നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി മാർട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ വീഡിയോ നടനും സംവിധായകനുമായ ലാലിന് കുരുക്കാവാനുള്ള സാധ്യതയാണ് കേരളത്തെ ചൂടുപിടിപ്പിക്കുന്ന പുതിയ റിപ്പോർട്ടിലുള്ളത്. ലാലിനും മകൻ ജീൻ പോൾ ലാലിനും നടി രമ്യ നമ്പീശനും മഞ്ജു വാര്യർക്കും ആക്രമിക്കപ്പെട്ട നടിക്കുമെല്ലാം എതിരായ നീളൻ വീഡിയോ ആണ് മാർട്ടിൻ പുറത്തുവിട്ടത്. സത്യമോ നുണയോ എന്നറിയാതെയുള്ള കൺഫ്യൂഷനിൽ ഈ വീഡിയോ നിരവധി പേരാണ് ഷെയർ ചെയ്ത് കണ്ടത്. ഇതിനെ അനുകൂലിച്ചും എതിർത്തുമുള്ള കമന്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ലാലും കൂട്ടരും ഒത്തുചേർന്ന് ദിലീപിനെ കൊടുക്കാനായി ആസൂത്രണം ചെയ്ത നാടകമാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവമെന്നാണ് മാർട്ടിന്റെ വീഡിയോയുടെ രത്നച്ചുരുക്കം. പൾസർ സുനിയെ കൂട്ടുപിടിച്ച് ലാൽ സംവിധാനം ചെയ്ത നാടകമാണെല്ലാം എന്ന് പറയുന്ന മാർട്ടിൻ താൻ നിരപരാധിയാണെന്നും മടിക്കടി പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ടുവെന്ന് പറയുന്ന സംഭവം കെട്ടുകഥയാണെന്നാണ് മാർട്ടിന്റെ വീഡിയോയിൽ പറയുന്നത്. പല കാര്യങ്ങളും ഇപ്പോൾ തനിക്ക് ഓർമ്മ വരുന്നില്ലെന്നും സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി ഓർക്കുന്നില്ലെന്നും മാർട്ടിൻ പറയുന്നുണ്ട്. ഒരു പെറ്റി കേസ് പോലും തന്റെ പേരിൽ അതുവരെ ഉണ്ടായിരുന്നില്ലെന്നും താൻ ലാൽ ക്രിയേഷൻസിലെ ഡ്രൈവറായിരുന്നുവെന്നുമൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. ലാലിന്റെ വീട്ടിൽ നടി എത്തിച്ച ശേഷം ലാല് തന്നെ ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്തെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ യതീഷ് ചന്ദ്രയാണ് ലാലിന്റെ വീട്ടിൽ നിന്നും തന്നെ വന്ന് കൊണ്ടുപോയതെന്നും സ്റ്റേഷനിൽ വെച്ച് വളരെയധികം മർദ്ദനമേറ്റെന്നും ലാൽ പറയുന്നത് പോലെ എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് പോലീസുകാരും പറഞ്ഞെന്നും മാർട്ടിൻ പറയുന്നുണ്ട്. മാർട്ടിന്റെ വീഡിയോ ദിലീപ് അനുകൂലികൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ലാലിനെ കൊന്നു കൊലവിളിക്കുകയാണ് ദിലീപ് ഫാൻസുകാർ. ദിലീപിനെ പൂട്ടാൻ ഈ സ്ക്രിപ്റ്റ് പോരാ ലാലെ തുടങ്ങിയ കമന്റുകളോടെ ലാലിനെതിരെ അസഭ്യ വർഷവും നിറയുന്നുണ്ട്. അതേസമയം മാർട്ടിന്റെ വാക്കുകൾ വിശ്വസിക്കാനാവില്ലെന്നും എത്ര പണം ഇങ്ങനെ പഠിച്ചു പറയാൻ ദിലീപ് തന്നുവെന്നും ചോദിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട്. മാർട്ടിൻ പറയുന്നത് കള്ളക്കഥയാണെന്നാണ് നടിയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. നിഷ്പക്ഷമായി നിൽക്കുന്നവർ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലാലിനെ ചോദ്യം ചെയ്യണമെന്നും നടിയെ ആക്രമിച്ച സംഭവം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അന്വേഷിക്കാൻ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മാർട്ടിന്റെ ഈ വീഡിയോ കേസിന്റെ വിചാരണ വേളയിൽ മാർട്ടിൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ എടുത്തതാണെന്നും വിധി വന്ന ശേഷമാണ് ഇതിന് പ്രചാരം കിട്ടിയതെന്നും പറയുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് നീക്കം നടത്തിയിരുന്നു. എന്നാൽ വിധി വന്ന ശേഷം ഈ വീഡിയോ എത്രമാത്രം ഷെയർ ചെയ്യപ്പെട്ടുവെന്നതിന് കണക്കില്ല. വിചാരണ കോടതി തള്ളിയ വാദങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കമെന്ന് നടിയെ അനുകൂലിക്കുന്നവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആളുകൾ ധാരാളമായി ഈ വീഡിയോ കാണുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട്. കേസിൽ താൻ നൽകിയ മൊഴിയിലും ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നാണ് മാർട്ടിൻ വീഡിയോയിൽ പറയുന്നത്. കേസിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി മാർട്ടിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു. മറ്റൊരു ഗൂഢാലോചന വാദമാണ് മാർട്ടിൻ ഇതിൽ പറയുന്നത്. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ മറ്റു പലരുമായി ചേർന്ന് എട്ടാം പ്രതിയും വിചാരണ കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിനെതിരെ നടത്തിയ ഗൂഢാലോചനയെന്നാണ് മാർട്ടിൻ വീഡിയോയിൽ പറയുന്നത്. ഇതാണ് ഇപ്പോൾ കേരളമാകെ ചർച്ചയായിരിക്കുന്നത്. കേസിൽ മാർട്ടിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 20 വർഷം കഠിന തടവിന് വിധിച്ചിരുന്നു. പ്രമുഖരടക്കം പലരും വീഡിയോ പ്രചരിപ്പിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.